ഖുർആൻ കലാമുല്ലാഹിയാണെന്നോർക്കണേ, അതിനുള്ള ശ്രേഷ്ഠത എപ്പോഴും പാലിക്കണേ. അതിനുള്ള പേരായി മുസ്ഹഫെന്നു വിളിച്ചതാ, ഒന്നാം ഖലീഫ തന്നെ പേരതിനിട്ടതാ. ഇത് നിരിസാലത്തുൽ ബുദൂറെടുത്തൊന്ന് നോക്കുന്ന പക്ഷം കാണുമേ ശരിക്കന്ന്. മുസ്ഹഫിലെ മീമിലെ ബോധ ഹറക്കത്തുള്ളതാ, എന്നും നിഹായയിൽ നോക്കിയാൽ കാണുന്നതാ. ഫത്ഹിൻ്റെ പെരുമാറ്റം ഗരീബാണെന്ന് മോനിയത്തിൽ പറയുന്നെടോ നോക്കൊന്ന്. ഖുർആൻ്റെ ലിപികൾ ഭിത്തിയിൽ എഴുതല്ലേ, അത് പള്ളി എന്നാൽ തന്നെയും ചെയ്യല്ലേ. ഒന്നാം ജുസു 196, അതിൽ ഷെർവാണി നോക്കാം യുക്റഹു എന്നുണ്ടതിൽ. മുസ്ഹഫ് അമുസ്ലിം കൈവശം കൊടുക്കല്ലേ, മരിക്കേണ്ടതായി വരുമെങ്കിലോ മടിക്കല്ലേ. അതു ഹൈക്കലായാൽ തന്നെയും ശരിയല്ല, ബഹുമാനമുണ്ടവർക്കെങ്കിലും പാടില്ല. എഴുതല്ല ഖുർആൻ നജസ് കൊണ്ട് നീ തീരെയും പൊറുക്കപ്പെടും നജസാണതെന്നാൽ തന്നെയും. അനറബിയിൽ എഴുതൽ ഹറാമാണെന്ന് ഫത്ഹുൽ മുഈനിൽ വ്യക്തമായി പറയുന്നു. ഖൽയൂബിയിൽ അത് ജായിസാണെന്നുണ്ട്, ഷെർവാനിയും അത് തന്നെ പറയുന്നുണ്ട്. എഴുതാം അതിന്ത്യൻ ഭാഷയിൽ എന്നുണ്ട്, റംലി ഇമാമത് കൊണ്ട് ഫത്വയുമുണ്ട്. എഴുതൽ ഹറാമം എന്നുള്ളതാ പ്രാബല്യവും, ഇബ്നുൽ ഹജർ തങ്ങൾക്കതാണ് അനുഭാവം. മുസ്ഹഫ് വരുന്നത് കണ്ട് നീ എഴുന്നേൽക്കണേ, തൗറാത്ത് കണ്ടെഴുന്നേറ്റ് നബിയെന്നോർക്കണേ. ഇത് തുഹഫയിൽ നീ നോക്കിയാൽ കാണുന്നതാ, 155 അതിൽ വിവരിച്ചതാ. നനവുള്ള തുപ്പലിനാൽ തൊടല്ലേ മുസ്ഹഫിൽ, ഇബ്നുൽ ഹജർ പറയുന്നു തൻ്റെ ഫത്താവയിൽ. നീ മുസ്ഹഫിൽ നിന്നും നജസ് നീക്കേണ്ടതാ, നഷ്ടം ഭവിച്ചാൽ തന്നെയും ചെയ്യേണ്ടതാ. സയ്യിദുന ഉസ്മാൻ തൻ്റെ ചോര തെറിച്ചതിൽ വീണല്ലോ ഫസയക്ഫീകഹും ആയത്തതിൽ. വധിക്കപ്പെടുമ്പോൾ മുസ്ഹഫും അടുത്തുണ്ട്, നീക്കിക്കളഞ്ഞുടൻ രക്തവും എന്നുണ്ട്.